വിഴിഞ്ഞം പദ്ധതി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് അതിന് തറക്കല്ലിടുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഉമ്മൻചാണ്ടിക്ക് ശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി. പൂർത്തീകരിക്കുന്ന സമയത്ത് ഉദ്ഘാടന വേളയിൽ പോലും ഉമ്മൻചാണ്ടിൻ്റെ പേര് പോലും പറയാൻ അവർ താല്പര്യപ്പെട്ടിരുന്നില്ല. അദാനിയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് ഇടതുപക്ഷത്തിന് സർക്കാരിന് അതിലൊരു പങ്കുമില്ല, മുഴുവൻ ഉമ്മൻചാണ്ടിന്റെ തലയിൽ വെച്ചു കൊടുക്കുകയാണ് ഗോവിന്ദൻ മാഷ്. ഗോവിന്ദൻ മാഷിന്റെ ഓരോ പത്രസമ്മേളനങ്ങളും ഉണ്ടല്ലോ, പാർട്ടിക്കും പ്രസ്ഥാനത്തിനും ക്ഷീണമാണ് എന്ന് ഗോവിന്ദൻ മാഷ് മനസ്സിലാക്കുന്നില്ല. ഈ കരാറുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റായിരുന്നു കരാർ ഉണ്ടാക്കിയത് എന്ന കാര്യം അന്ന് തന്നെ അറിയുന്നതാണ്, വ്യക്തതയുള്ളതുമാണ്. കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് രാജ്യത്തോട് പറഞ്ഞ ഒരു കാര്യം നമ്മളെല്ലാം മനസ്സിലാക്കിയത്, ഇടതുപക്ഷമല്ല എന്ന് പറയുന്നതിന് നിങ്ങൾ അദാനിയുമായിട്ട് കരാറുണ്ടാക്കി തുറമുഖം തുടങ്ങി എന്ന കാര്യം പറയുണ്ടായി. അന്ന് തന്നെ വ്യക്തമാക്കിയതാണ്, തുറമുഖം തുടങ്ങിയത് അല്ലെങ്കിൽ കരാറിൽ ഒപ്പിട്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അല്ല, UDF ഗവൺമെൻറ്റാണ്, ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി എന്ന കാര്യം അന്ന് വ്യക്തമാക്കപ്പെട്ട കാര്യമാണ്.